ഹലോ ഡിയേഴ്സ്, ഞാൻ ഈ റോഡിൽ കൂടെ എവിടെ പോകുന്നെന്നായിരിക്കും അല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? ഞാൻ എൻ്റെ വീട്ടിലോട്ട് തന്നെ പോകുന്ന വഴിയാണ് കേട്ടോ. കോളേജ് വിട്ടിട്ട് വീട്ടിലോട്ട് പോവുകയാണേ. അപ്പോൾ എൻ്റെ ഈവനിങ് പരിപാടികൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഇന്നിത്തിരി ലേറ്റായിട്ടാണ് കേട്ടോ വീട്ടിലോട്ട് പോകുന്നത്. ഇത്തിരി കടയിലൊക്കെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഉമ്മ ചായ ഇട്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ചായയും ബിസ്ക്കറ്റും കൂടെ കഴിച്ച്. ബിസ്ക്കറ്റ് അല്ലാതെ കഴിക്കുന്നതിനേക്കാളും മുക്കി കഴിക്കുന്നതാണല്ലോ രസം. അങ്ങനെ ചായ കുടിയും ഒക്കെ കഴിഞ്ഞ് കുളിക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ. ഈ തലയൊക്കെ കെട്ടിയിരിക്കുന്ന അവത്തൊക്കെ ഇടുമ്പോൾ നമുക്കൊരാശ്വാസമാണല്ലോ. പിന്നെ യൂണിഫോമും മൊത്തത്തിൽ അഴുക്ക് പിടിച്ചായിരിക്കുമല്ലോ വീട്ടിലോട്ട് കയറി വരുന്നത്. പിന്നെ കുളിക്കാനുള്ള ഡ്രസ്സും ഒക്കെ എടുത്ത് കുളിക്കാനായിട്ട് പോയി. ഇനി കുളിക്കാതെ ഒരു രക്ഷയുമില്ല. കുളി കഴിഞ്ഞ് വന്നപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാണ് രാവിലത്തെ ദോശ ഉണ്ടായിരുന്നത്. അങ്ങനെ ദോശയും പിന്നെ വറ്റിച്ച മീൻകറിയും പൊരിച്ച മീനും ഒക്കെ ആയിട്ട് തിന്നു. അപ്പോഴാണ് നമ്മുടെ കറമ്പി പെണ്ണ് അടുത്ത് വന്നിരുന്ന് വിളിക്കുന്നുണ്ട്. പിന്നെ അവൾക്കും 2-3 കഷ്ണമൊക്കെ ഇട്ട് കൊടുത്തു. പക്ഷേ പെണ്ണിന് പൊരിച്ച മീൻ മാത്രമേ ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നുന്നു. അതുമാത്രം അവൾ കഴിച്ചില്ല. ദോശയും മീൻകറിയും നല്ലോണം കഴിച്ചു. ഇനിയാണ് നമ്മൾ മെയിൻ പരിപാടികൾ തുടങ്ങുന്നത്. പരിപാടി എന്ന് പറയുമ്പം ഇന്ന് ഫുൾ റെക്കോർഡ് വരപ്പാണ് കേട്ടോ. ഫിഗറാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. കുറേ ഉണ്ട്, ഒരിത്തിരി കൂടുതലായിട്ടുണ്ട്. അങ്ങനെ പുതിയ റെക്കോർഡൊക്കെ തുറന്ന് പടം വരയ്ക്കാനായിട്ട് തുടങ്ങുന്നുണ്ട് കേട്ടോ. ഈ പടങ്ങളൊക്കെ കാണുമ്പം നല്ല എളുപ്പം പോലെ തോന്നുമെങ്കിലും ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. ആ മെഷർമെൻറ്റിലൊക്കെ വരയ്ക്കാമെന്ന് പറഞ്ഞാൽ ഇത്തിരി പാടാണ്. അപ്പം നമ്മൾ ആദ്യം മാർജിനൊക്കെ ഇട്ട് ഓരോന്നോരോന്ന് എടുത്ത് തുടങ്ങി. ഇതൊക്കെ ഇതേപോലെ തന്നെ ആവുമെന്നറിയില്ല. ഇൻഷാ അല്ലാ എന്തായാലും നമുക്ക് വരച്ച് നോക്കാം. ഇപ്പം സമയം 7 മണി ആവുന്നുണ്ട്. ഇനി എപ്പം വരച്ച് തീരുമെന്ന് അറിഞ്ഞൂടാ. അങ്ങനെ ഞാൻ വരയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു എയറേറ്ററിൻ്റെ പടമാണ് ആദ്യം വരയ്ക്കുന്നത്. അങ്ങനെ വരച്ച് ഇത്രയും പടങ്ങളാണ് കേട്ടോ വരച്ച് തീർത്തത്. 2-3 പേജിൽ കുഞ്ഞു കുഞ്ഞു ഫിഗേഴ്സ് കുറേ ഉണ്ടായിരുന്നു. അതെല്ലാം ഒരുവിധം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ വരച്ചിട്ടുണ്ട്. ഇനി റീഡ്രോ വരുമോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. വരപ്പൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനൊരു പരുവമായി. എനിക്കാണെങ്കിൽ നല്ല ഉറക്കവും വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഉറക്കക്കറുകി ഇരുന്നപ്പോഴാണ് മഴ വന്നത്. ഇപ്പോൾ രാത്രി ഇവിടെ എല്ലാ ദിവസവും മഴയുണ്ട് കേട്ടോ. നല്ല മഴ കാണും. പകൽ അത്ര മഴയൊന്നും കാണില്ലെങ്കിലും രാത്രി നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോഴാണ് വേറൊരു കാര്യം ഓർമ്മിച്ചത്. ഈ വരച്ച റെക്കോർഡ് ബൈൻഡ് ചെയ്യാതെ കോളേജിൽ കയറ്റൂലല്ലോ. അങ്ങനെ പിന്നെ പുതിയൊരു ബൈൻഡൊക്കെ എടുത്ത് ബൈൻഡൊക്കെ ഇടാനായിട്ട് തുടങ്ങി. ഇതെല്ലാം പകുതി ഉറക്കത്തിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്തും എനിക്ക് പകുതി ഉറക്കമാണ്. അത് നിങ്ങൾക്ക് വോയിസ് തന്നെ കേൾക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. പക്ഷേ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വേറെ കുഴപ്പമൊന്നും വന്നില്ല. നല്ലപോലെ തന്നെ ബൈൻഡ് ചെയ്ത് കിട്ടി. ഫ്രണ്ടിൽ സബ്ജക്റ്റിൻ്റെ പേര് എഴുതിയില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വേറെ സബ്ജക്ട്സ് മാറി കൊണ്ടുപോകും. അതുകൊണ്ട് വെറുതെ എന്തിനാണ് റിസ്ക് എടുക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഫ്രണ്ടിൽ പേരെഴുതി വയ്ക്കുന്നത്. ബൈൻഡിട്ട് തീർന്നപ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ 2 പേരയ്ക്ക കിട്ടി കേട്ടോ. അത് വാപ്പ പറിച്ചു വെച്ചിരുന്നു. അങ്ങനെ അത് കഴിച്ചു. ഈ ഒരു നൈറ്റ് ഡേ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്തേക്കണേ.